സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റിയുള്ള കഥകളാണ്. ആരെ പറ്റിയാണ്? ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മോഹം. അതെ, ആ ഒരു സിനിമയിലെ നടനായിട്ടുള്ള അല്ലെങ്കിൽ നായകനായിട്ടുള്ള അജ്മൽ അമീറിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് ഇന്ന് തരംഗമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് അജ്മൽ അമീറിനെ പറ്റിയുള്ള വിഷയങ്ങൾ? ആ വിഷയങ്ങൾ അധികം ഈ വീഡിയോ കാണുന്ന, ആദ്യമേ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ടൊന്ന് വീഡിയോ കാണുക. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു കോൾ റെക്കോർഡിങ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ കോൾ റെക്കോർഡിങ്സിൽ നമുക്ക് ബീപ്പ് സൗണ്ട് ആഡ് ചെയ്യാത്ത അല്ലെങ്കിൽ സെൻസർ കട്ട് ചെയ്യാത്ത ഭാഗങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും കേൾക്കുന്നവർക്ക് അല്ല അടുത്തിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹെഡ്സെറ്റ് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നടനായിട്ടുള്ള അജ്മൽ അമീർ തൻ്റെ ഒരു ഫാൻ ഗേൾ ആയിട്ടുള്ള പെൺകുട്ടിയെ വിളിക്കുന്നതാണ്. ആ പെൺകുട്ടി അജ്മൽ അമീറിൻ്റെ ക്രഷ് ആയിരുന്നുവെന്നും ആ പെൺകുട്ടിക്ക് അജ്മൽ അമീറിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായതെന്നും ആ അജ്മൽ അമീർ മെസ്സേജ് ഇടുമ്പോഴൊക്കെ വലിയ രീതിയിൽ അജ്മൽ അമീർ വിളിക്കുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ആകാംക്ഷയും ആ ഒരു സന്തോഷവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അജ്മൽ അമീർ പതിയെ സെക്സ് ടോക്കിലേക്ക് പോകുമ്പോഴും അതിനെല്ലാം സ്വീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനെല്ലാം രണ്ട് കൈകളും നീട്ടി അംഗീകരിക്കുന്നത് പോലെയുള്ള രീതിയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ സംസാര ശൈലിയിലെ സംസാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം ചെയ്തതിന് ശേഷം പ്രശ്നം ആരുടെ ഭാഗത്താണ്? സ്വാഭാവികമായിട്ടും ആൺകുട്ടിയായിട്ടുള്ള അജ്മൽ അമീറിന്റെ ഭാഗത്ത് തന്നെയാണ്. ആൺകുട്ടികൾക്കെതിരെ സ്ത്രീകൾ എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങോട്ട് നമ്മളെ പ്രേരിപ്പിക്കും, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ ഒരു സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തോ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാര രീതിയിൽ കൂടി നമ്മളെ കൂടുതൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ആണുങ്ങളുടെ സ്വഭാവം എന്താണ്? ഒരുപക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അടുത്തത് അവരുടെ വായിൽ നിന്ന് വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത അവരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺട്രോൾ ഉണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയും ഇവരുടെ വായിൽ നിന്ന് പെട്ടെന്ന് ഇത് വരില്ല. അതിന് മുൻപ് തന്നെ ആണുങ്ങളുടെ വായിൽ നിന്ന് പുറത്ത് വരും. അത് കൺട്രോൾ ചെയ്യാൻ അറിയാവുന്ന ആണുങ്ങളുടെ വായിൽ നിന്ന് വരില്ല, അല്ലാതെ ആണുങ്ങളുടെ വായിൽ നിന്ന് വരും. അപ്പോൾ അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ പേഴ്സണലി അല്ലെങ്കിൽ അയാളുടെ റിയൽ ലൈഫിൽ നല്ലൊരു വ്യക്തിയാണോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സിനിമയിലുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അയാൾ ഒരു കോഴിയാണെന്നുള്ളൊരു കാര്യം അയാളുടെ പല രീതിയിലുള്ള നടത്തത്തിലും അയാളുടെ പല രീതിയിലുള്ള വീഡിയോകളിലും എല്ലാം കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് ഓരോ സ്ത്രീകളെ ഓരോ സ്റ്റേജുകളിൽ പോകുമ്പോഴും ഇയാളോടുള്ള ആരാധന നമുക്ക് എല്ലാവർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഇയാളെ ഇഷ്ടമാണ്. കാരണം അന്നും ഇന്നും എല്ലാം ഇയാളുടെ സൗന്ദര്യം ഒരേപോലെ തന്നെ നിൽക്കുകയാണ്. ഒരു എന്താ പറയുക, കുഞ്ചാക്കോ ബോബനെയൊക്കെ പോലെ നല്ല രീതിയിലൊരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു നടനായിട്ട് തന്നെയാണ് അയാൾ നിൽക്കുന്നത്. അത്രയും ഗ്ലാമർ ആയിട്ടുള്ളൊരു നടൻ വരുമ്പോൾ അയാളെ പണ്ട് കാലങ്ങളിൽ ആ സിനിമകളിൽ കണ്ട്, സിനിമ വലിയ വിജയമല്ലെങ്കിലും ആ സിനിമകളിലൊക്കെ കണ്ട് അയാൾ ആ ഒരു പാട്ടിൽ കൂടി അയാളെ എല്ലാവരും സുപരിചിതനാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ അയാളെ കാണാനായിട്ടും ആ ഒരു വ്യക്തിയെ അടുത്തിരുന്ന് അയാളെ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കും, എസ്പെഷ്യലി സ്ത്രീകൾ. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ ഒരു ആരാധനയിൽ കൂടിയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആരാധനയിൽ കൂടിയാണ് ആ സ്ത്രീകൾ വരുന്നതെങ്കിലും ഈ അജ്മൽ അമീറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അയാളെ കണ്ട് മതിമറന്നിരിക്കുന്ന സ്ത്രീകളായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അയാൾ ഈ സ്ത്രീകളിലേക്ക് ഒരു നെഗറ്റീവ്ലി അയാൾ ഇതിനെ കണ്ടിട്ട് അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് അയാൾ നോക്കും. ആണ് എന്നുണ്ടെങ്കിൽ അയാൾ അതിനെ മെരുക്കി എടുക്കാനായിട്ട് നോക്കും. ഈ മെരുക്കി എടുക്കാനായിട്ട് നോക്കുമ്പോൾ ആദ്യം അത് മനസ്സിലാക്കി നിൽക്കേണ്ടത് ആരാണ്? സ്ത്രീകൾ തന്നെയാണ്, അല്ലേ? ഇല പോയി മുള്ളിൽ വീണാലും മുള്ളു ആ നിലയിൽ വീണാലും ആർക്കാണ് കുഴപ്പം? ഇലയ്ക്കാണ്. ഈ ഇലകൾ എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ പരിപാടികളെല്ലാം നടക്കുന്നത് നേരെ തിരിച്ചാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ആർക്കാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുള്ളിന് തന്നെയാണ് പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് പുരുഷന്മാരാകുന്ന മുള്ളിന് തന്നെയാണ് പ്രശ്നം. ഈ ഒരു വിഷയത്തിൽ അജ്മൽ അമീറിന് അയാളൊരു കാട്ടുകോഴിയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയാൾ എന്ത് ഫ്ലേട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകളോട് പറയുന്നതെന്നുള്ള ആ റെക്കോർഡിൽ അറിയാം. പക്ഷേ ഈ റെക്കോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അജ്മൽ അമീറിന്റെ ഒരു കള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവന്ന് ആ സ്ത്രീ വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. രണ്ട്, അയാളെ ഇങ്ങനെ പ്രേരിപ്പിക്കാനായിട്ട് കുറെ ഘടകങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്ത്രീയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരാളാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ ആ ഒരു മെന്റാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അജ്മൽ അമീറിന്റെ ഈ ഒരു കുൽസിത പ്രവൃത്തി അതെന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ എവിടെ നിൽക്കും? എവിടെ? താൻ മാരീഡ് അല്ലേ? ഐ വിൽ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. ഞാൻ എവിടെ നിൽക്കും എന്ന് ചോദിക്കുമ്പോഴാണ് അജ്മൽ അമീർ ഇത് പറയുന്നത്. ഒരാൾക്കൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ വിളിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ പറയുകയാണ് ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ടോക്കിൽ ഇങ്ങനെയാണ്, ഞാൻ ഒരു ദിവസം സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവരാദ്യം ചോദിക്കാൻ പോകുന്ന ഈ പെൺകുട്ടി ചോദിച്ച പോലെ ചോദ്യമായിരിക്കും, ഞാൻ എവിടെ നിൽക്കും? അപ്പോൾ എവിടെ നിൽക്കുമെന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറയുകയാണ് ഞാനൊരു പ്ലേസ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുട്ടി ചോദിക്കും, എന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്താണ്?
എന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കിയാൽ മതി, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു ആരാധിക ഒരു സെലിബ്രിറ്റിയെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ ടോക്ക് നടക്കാം. പക്ഷേ അതിന് പകരം ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞാനൊരു പ്ലേസ് അറേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം വലിയ കടുപ്പത്തിൽ ചോദിച്ചാണ് ഞാൻ എവിടെ സ്റ്റേ ചെയ്യും, അപ്പോൾ പ്ലേസ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ നേരെ തിരിച്ചു വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്, ഈ അജ്മൽ അമീർ തന്നെ ഒരുമാതിരി സെക്ഷലി ഹരാസ് ചെയ്യാനായിട്ട് നോക്കി എന്നാണ് പറയുന്നത്. ഈ അജ്മൽ അമീറിന് ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ടും ഈ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെറ്റത്തരം തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അയാളോടൊപ്പം സഹകരിച്ച് നിൽക്കാനായിട്ട് അവർ മനസ്സ് കാണിച്ച പെൺകുട്ടി പിന്നീട് വന്നിട്ട് അജ്മൽ അമീർ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ബാക്കി കേട്ടു പോകാം. ഇതൊക്കെ എന്തിനറിയണേ, നമുക്ക് കുറച്ച് നാളും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അയ്യോ, അജ്മൽ അമീറിന്റെ വീഡിയോ കോളിൽ അജ്മൽ അമീർ വന്നപ്പോൾ അത് അജ്മൽ അമീർ ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചായിരിക്കും. അത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് മനസ്സിനെ അറിയിക്കാൻ സാധിക്കുന്നില്ല സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെഴുകുകയാണ്. ഇതിനുള്ളതൊക്കെ പലതും കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ആ പെൺകുട്ടി പുറത്തു വിട്ടിരിക്കുന്ന വീഡിയോ തന്നെയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി പുറത്തു വിട്ടിരിക്കുന്ന സ്ക്രീൻ റെക്കോർഡും വോയിസ് കോൾസ് ക്ലിപ്പുമാണ്. അപ്പോൾ ഇതിലുള്ളത് പലതും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് കേൾക്കുമ്പോഴേ തന്നെ അറിയാം. പലതും കട്ട് ചെയ്തതിന് ശേഷം ആ അജ്മൽ അമീറിൻ്റെ ഭാഗത്തുള്ള വൃത്തികെട്ട സംസാര രീതികൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? അയാളെ അംഗീകരിച്ചുകൊണ്ട് അയാളുടെ വായിൽ നിന്ന് ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുത്തത് ആരാണ്? അങ്ങനെ അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ പൂർണ്ണമായിട്ടുള്ള തെറ്റ് ആരുടെ ഭാഗത്താണ്? ചോറ് നിന്ന് ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ആരുടെ ഭാഗത്ത് തെറ്റെന്നുള്ളത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വേടൻ്റെയും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പല ആളുകളുടെയും വിഷയങ്ങൾക്ക് ശേഷം അജ്മൽ അമീറിനെതിരെ ഒരു പരാമർശമായിട്ട് വന്നിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരുടെയും ഒപ്പം അജ്മൽ അമീറിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേടനെതിരെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പരാതിയുമായിട്ട് വന്നിട്ടുള്ള സ്ത്രീകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതേ സ്ത്രീയുടെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ ആരാണ് തെറ്റ് ആരാണ് ശരിയെന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അജ്മൽ അമീറിന് കടിച്ചു കയറി വരാനുള്ള ഒരു എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്തത് ഈ സ്ത്രീ തന്നെയാണ്. ബാക്കി കേട്ടു പോകാം. എന്തിന് കണ്ടില്ലേ, ഇതിൽ ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ് അവരിട്ടിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ട് കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അജ്മൽ അമീർ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇല്ല, 2 ദിവസമായി. ഞാൻ കുളിച്ചു. ഇന്ന് ബാത്ടബിൽ കിടക്കുമായിരുന്നു കുറെ നേരം. റോസ് വാട്ടർ 2 മണിക്കൂർ ബാത്ടബിൽ. കണ്ടില്ലേ, എല്ലാം പുറത്തിട്ടിട്ട് പിന്നീട് പറഞ്ഞിരിക്കുകയാണ് ഇത് കുറേ ഉണ്ട്. ആ പെൺകുട്ടിയുടെ വോയിസ് ചാറ്റ് തന്നെ ഇവിടെ ആഡ് ചെയ്യാം. കുറേ ഉണ്ട് ഇയാളെ പറ്റി, അജ്മൽ അമീറിനെ പറ്റി പറയാനായിട്ട്. ഇയാൾ ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട രീതിയിലാണ് പറയുന്നതെന്നാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് ഒന്ന് പുറത്ത് വിടാനായിട്ട് ഈ യുവതി അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട സ്ത്രീ ഒന്ന് കനിയണം, അല്ലെങ്കിൽ ഒന്ന് മനസ്സ് വെക്കണം. കാരണം ഇത് അജ്മൽ അമീറിൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ ഓഡിയോയുടെ പല ഭാഗങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നിന് തലയും വാലും ഇല്ല എന്നുള്ളത്. ഈ പെൺകുട്ടി പറയുന്നതിനെ പറ്റി ഒന്നും അവിടെ ഇല്ല. ആ പെൺകുട്ടി അജ്മൽ അമീറിൻ്റെ അടുത്ത് ഇങ്ങനെ വ്യക്തമായിട്ട് ശക്തമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അജ്മൽ അമീറിനോട് സെക്ഷലി അടുക്കുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ അജ്മൽ അമീറിൻ്റെ കൂടെ കറങ്ങാൻ പോയി എന്നുള്ളതിൻ്റെ ഒരു റെക്കോർഡിങ് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ആ പോകുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും വ്യക്തതയില്ല. ഇതിലിപ്പോൾ കൃത്യമായിട്ട് അജ്മൽ അമീറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ സംസാരിക്കുന്നതിന്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തൊക്കെയാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോയിൽ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അജ്മൽ അമീറിന്റെ ഭാഗത്ത് മാത്രം തെറ്റാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. വീഡിയോ കാണുന്ന നിങ്ങളും അത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. കാരണം ഇതൊരു പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ചെയ്ത അടുത്തൊരു വൃത്തികെട്ട പരിപാടിയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അജ്മൽ അമീറിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, അയാളുടെ ഭാഗത്ത് നല്ല തെറ്റ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ തെറ്റ് മനസ്സിലാക്കി ഒരാണിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള 6th സെൻസ് ഉള്ള ആളുകളാണ് പെൺകുട്ടികളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ ഒരു ചാട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് മനസ്സിലായിട്ടും അത് വഴിതിരിച്ച് വിടേണ്ടതിന് പകരം അയാളോടുള്ളൊരു ആരാധന, അയാളോടുള്ളൊരു ക്രഷ്, അതിൻ്റെ മേലെ അയാളുടെ കാറിൽ കയറി കറങ്ങാൻ പോവുകയും പിന്നീട് അതിനുശേഷം അയാളുടെ ചാറ്റുകളൊക്കെ പുറത്തുവിട്ട് അയാളെ നാണം കെടുത്തുകയും ചെയ്യുന്നതിൽ എന്താണ് ഇത്ര
ലോജിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ ഞാൻ ചിന്തിക്കുന്നത്. ഈ പെൺകുട്ടി ആദ്യമേ ചോദിക്കുന്നുണ്ട്, താൻ മാരീഡ് അല്ലേ, തനിക്ക് കുടുംബമില്ലേ എന്നാണ് ചോദിക്കുന്നത്. മാരീഡ് അല്ലെങ്കിൽ പ്രശ്നമില്ല എന്നായിരിക്കും അതിൻ്റെ വേറൊരു അർത്ഥം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വോയിസ് ചാറ്റ് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹലോ, കുറേ ഉണ്ട് ഇയാളെക്കുറിച്ച് കംപ്ലൈൻറ്റ്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു. എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നത്. കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജൊക്കെ അയച്ചു. ഐ തോട്ട് ഹി വാസ് ലൈക്ക് ജെനുവിൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസൻ ലൈക്ക് എ നോർമൽ സ്റ്റഫ്. അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് അയാളെ കണ്ടു, അയാളുടെ കാറിൽ കയറിയാണ് ഞാൻ പോയതെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ കുലസ്ത്രീ ആണെങ്കിൽ, ഇത്രയും വലിയ പതിവ്രതയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അയാൾ വിളിച്ച ഉടനെ അയാളുടെ കൂടെ കയറി കാറിൽ പോയത്? ഒരു അപരിചിതൻ, അയാൾ ഒരു സിനിമാ നടനാണ് എന്നതിനേക്കാൾ അപ്പുറം നമുക്ക് അടുത്തറിയാത്ത ഒരാൾ നമ്മളുടെ ഒരു അപരിചിതനാണ്, അല്ലേ? നമ്മൾ നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരാൾ നമുക്കൊരു അപരിചിതനാണ്, ഒരു സ്ട്രേഞ്ചറാണ്. ഒരു സിനിമയിലുണ്ടെന്ന് വെച്ചുകൊണ്ട് അയാൾ നമുക്ക് ഏറ്റവും അടുത്തൊരാളാവും? ഒരിക്കലും ഇല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരണം എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഉണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു എന്താ പറയുക, ഒരു മാർക്ക്, ഇതിനപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്നൊരു രേഖ അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ടുകൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഇതുണ്ടാക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാതെ അവിടേക്ക് ഒരാൾ വരുമ്പോൾ അയാളെ സ്വീകരിച്ചുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിലുള്ള ചെയ്ത വികാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈ പെൺകുട്ടി നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇരയാക്കപ്പെട്ടൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോവില്ല. അയാൾ പറഞ്ഞപ്പോൾ തന്നെ അയാളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അയാളെ വേണമെങ്കിൽ നാറ്റിക്കാനാണെങ്കിൽ നാറ്റിക്കുകയും ചെയ്യാം. ഇത് അയാളോടൊപ്പം എല്ലാം സഹകരിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ട് നാറ്റിക്കുമ്പോൾ ഇത് അയാളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കുടുംബം നശിപ്പിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ അതിലുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇനി അത് ഇല്ല എന്നായിരിക്കും നിങ്ങൾ പലരും പറയാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ബാക്കി ആ മെഴുകളൊന്ന് കേട്ട് നോക്കാം. വാനിഷ് മോഡ് യൂസ് ചെയ്തു. എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഐ മെറ്റ് ഹിം വൺസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി when he texted me, I told that ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട്, കളമശ്ശേരി. ആൻഡ് he came to there in his white Jaguar. ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡ് ഹിം ലൈക്ക് കം ഔട്ട്, വാട്ട്സ് ദ ഇഷ്യൂ. അപ്പോൾ ഹി വാസ് ലൈക്ക് ഇല്ല ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും, യു ഗെറ്റ് ഇൻ ടു ദ കാർ, വിൽ ഗോ ഫോർ എ റൈഡ്. അങ്ങനെ എന്നിട്ട് സംസാരിച്ചു. കാറിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. സംസാരിച്ചു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ അയാളുടെ കൂടെ കാറിലും കയറി അയാൾ പറയുന്നിടത്തെല്ലാം കറങ്ങാനും പോയിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സെക്ഷൽ ടോക്ക് അല്ലെ സെക്ഷലി അയാൾക്ക് എന്നോട് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ചിന്തിക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും, അല്ലേ? ആ പെൺകുട്ടി അയാളോടുള്ള ആരാധന മൂലം അയാളുടെ കൂടെ അയാളുടെ വാഹനത്തിൽ കയറിപ്പോയി, തെറ്റല്ല. ഒരു ആരാധികയ്ക്ക് താൻ ആരാധിക്കുന്ന ഒരു നടനോടൊപ്പം അയാളോടൊപ്പം പോകാനുള്ള ആഗ്രഹം കൊണ്ട് പോയതായിരിക്കാം. പക്ഷേ അയാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ അകറ്റി നിർത്തുക എന്നുള്ളത് ആ പെൺകുട്ടിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ്, അല്ലേ? അത് അകറ്റി നിർത്താതെ അയാൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുകയും എന്നാൽ പിന്നീട് ഒരു ദിവസം അയാൾ തൻ്റെ താല്പര്യം കഴിഞ്ഞപ്പോൾ അയാൾ തന്നോട് മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് തോന്നിയപ്പോൾ എടുത്ത് പുറത്തേക്കിടുന്നൊരു പ്രവണതയല്ല നമ്മളിവിടെ കാണുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ അയാളുടെ കുടുംബത്തെയും അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അയാളുടെ ഈ പറയുന്ന വൃത്തികെട്ട ചിന്താഗതികൾ ഇടുന്ന ഒരു പ്രവൃത്തിയല്ല നമ്മൾ കാണുന്നത്. ആ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ പറയണം, എനിക്ക് താല്പര്യമില്ല അജ്മൽ ചേട്ടാ, ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതിയോട് എനിക്ക് താല്പര്യമില്ല. ആ ചാറ്റിൽ ആദ്യം പെൺകുട്ടി മര്യാദയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് ക്രഷ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയി കിട്ടി ലോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ അല്ല അവർ ചാറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാണെന്ന്. എന്നാൽ പിന്നീടുള്ള ഡിസ്കഷൻസിൽ ഫുള്ള് ആ പെൺകുട്ടി പറയാതെ പറഞ്ഞു വെക്കുന്നത് എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ താങ്കൾക്ക് കുടുംബം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഞാൻ ഒരിക്കലും അജ്മൽ അമീറിനെ വെള്ള പൂശാനോ അജ്മൽ അമീർ മാന്യനാണെന്ന് പറയാനായിട്ട് വരുന്നല്ല. അയാൾ കാട്ടുകോഴിയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഞാൻ പറയുന്നില്ല, അപ്പം ചില ആളുകൾ. പക്ഷേ ഇത് മനസ്സിലാക്കി അതിനൊരു തടയിടാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഇരകളായിട്ട് ചിത്രീകരിക്കപ്പെടാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ രീതി നടക്കാനേ പറ്റുള്ളൂ. അയാൾ അത് ആദ്യമേ മുന്നിലേക്ക് വെക്കുമ്പോൾ ഒരു ആരാധന മൂലം അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുകയും എന്നാൽ പിന്നീട് അങ്ങോട്ട് അയാൾ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് പിന്നീട് അയാളെ കരുവാരിത്തേക്കാനോ അല്ല അയാളെ ഇങ്ങനെ ഈ ഒരു മോശക്കാനൊക്കെ ചിത്രീകരിക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണോ ഇതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല ആളുകളും പല ആണുങ്ങൾക്കെതിരെയും സ്ത്രീകളെ വെച്ചുകൊണ്ട് ആയുധമാക്കി കളിക്കുമ്പോൾ അതേപോലെ തന്നെയാണോ അജ്മൽ അമീറിനെതിരെയും കളിച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അയാളൊരു കോഴി ആയതുകൊണ്ട് തന്നെ ആ വലയിൽ അയാൾ
ചെന്ന് വീണു, അതായത് ഈ കുരുക്കിൽ അയാൾ ചെന്ന് വീണു. ആ വീണത് കൊണ്ട് മാത്രം അയാളൊരു തെറ്റുകാരനാണെന്ന് പറയാൻ സാധിക്കത്തില്ല. അയാളോടൊപ്പം സഹകരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. ആ പെൺകുട്ടിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ പുറത്തേക്ക് വിടേണ്ടതാണ്. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇരയെന്ന് പറയപ്പെടുന്ന ആളുകളുടെ പ്രൈവസിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും മറച്ചു വെച്ചുകൊണ്ട് അവരെ ബ്ലേഡ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഹൈഡ് ചെയ്തുകൊണ്ട് അവരുടെ വോയിസ് മാത്രം പുറത്തേക്ക് വിടും. ചില വോയിസിൽ AI കൂടെ കയറ്റിയിട്ട് എന്നൊക്കെ ആക്കും, ചില വോയിസ് പുറത്ത് ക്ലിയർ ആയിട്ട് തന്നെ വരും. ഇത് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതിൽ അജ്മൽ അമീറിന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നാണ് പറയുന്നത്. ഇത് ഒരിക്കലും അങ്ങനെ മാത്രമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു തീപ്പെട്ടി ഉരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ തീപ്പെട്ടി ഉരയ്ക്കാനായിട്ട് ആ ഒരയുന്ന ഭാഗം വേണം. ആ ഒരയുന്ന ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്പാർക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് സ്പാർക്ക് വരിക? ആ സ്പാർക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ സ്പാർക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഘടകം അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ എന്തോ ഒരു ഘടകം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഘടകങ്ങൾ തമ്മിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷമാണ് അജ്മൽ അമീറിനെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ അജ്മൽ അമീറിനെ മാത്രം കുറ്റം പറയാതെ ഇത് ചെയ്തിട്ടുള്ള പെൺകുട്ടിയുടെ ചെയ്ത വികാരം, ആ മാനസികാവസ്ഥ എന്താണെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.